ഇത് താൻ ശരിക്കും സർപ്രൈസ്ഡ് ആയല്ലേ? ഇതെന്റെ പുസ്തകങ്ങളല്ലേ? പിന്നല്ലാതെ. തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ ഏട്ടന്റെ കയ്യില്? താനെന്താ പുസ്തകങ്ങളൊന്നും എടുക്കാതെ പോന്നത്? കല്യാണം കഴിഞ്ഞ പിന്നെ പഠിത്തവും വേണ്ട പുസ്തകമൊന്നും വേണ്ടെന്നാണോ? അതുകൊണ്ടാണോ താനത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞ പിന്നെ പഠിക്കാനൊന്നും പറ്റില്ലെന്ന്. എന്ന് തന്നോട് ആര് പറഞ്ഞു കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ലെന്ന്? തനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, താൻ പഠിക്കണം. അത് എവിടെയായിരുന്നാലും. എന്താ, അങ്ങനെയല്ലേ വേണ്ടത്? എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞതിന്റെ പേരില് താൻ പഠിപ്പൊന്നും മുടക്കാൻ നിക്കണ്ട. അന്ന് തന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് പഠിത്തമൊന്നും മുടക്കിക്കൂടാ. താൻ ഉടനെ തന്നെ കോളേജിൽ പോയി തുടങ്ങണം. വെറുതെ ഒത്തിരി ക്ലാസ് മിസ്സാക്കണ്ട. അപ്പോ എനിക്ക് എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്റെ കോളേജിലോട്ട് പോവാല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ കണ്ട എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം നടക്കുമല്ലേ? പിന്നല്ലാതെ. തന്റെ സ്വപ്നങ്ങൾ എന്ത് തന്നെയായാലും അത് നടക്കും. താൻ ഇപ്പോ തൽക്കാലം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാ മതി. ഇനി 2 വർഷം കൂടി ഇല്ലേ ഡിഗ്രി കഴിയാൻ. താൻ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യ്. എനിക്ക് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. താൻ നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ തന്റെ ഹസ്ബൻഡ് അല്ലേ. ഇതെന്റെ കടമയല്ലേ. നേരെ ഒരുപാടായി. താൻ ആദ്യം പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചെന്ന് കിടക്കാൻ നോക്ക്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ എന്റെ സ്വപ്നങ്ങളൊന്നും വെറൊരു കിനാവായിരുന്നില്ലല്ലേ? എനിക്കിനി കോളേജിൽ പോവാൻ കഴിയും. എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ദൈവമേ, നിനക്ക് ഒത്തിരി നന്ദി.